ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും ഇന്നത്തെ ടാസ്ക് എല്ലാം കണ്ടു കാണും. എപ്പിസോഡിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാൻ കൂടുതലുള്ളത് ലൈവിലെ കാര്യങ്ങളാണ്. എന്തായാലും മര്യാദയ്ക്ക് ഒരു ടാസ്ക് അവിടെ നടക്കുമെന്നുള്ളത് ഇനി ബിഗ് ബോസും മറന്നേക്കുക, നമ്മളും മറന്നേക്കുക. മറ്റൊന്നുമല്ല, ഈ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ടാസ്ക് കളിക്കേണ്ടത് എന്ന് ഒന്നിനും ഒരു വിവരവും ഇല്ല. അവിടെ ഈ ഒരു ടാസ്ക് എങ്ങനെ കുളമാക്കാം, അവരാദ്യം ചിന്തിക്കുന്നത് അതാണ്. ഈ ടാസ്ക് എങ്ങനെ കുളമാക്കാം. മര്യാദയ്ക്ക് ഒരു ടാസ്ക് ഇതുവരെയായിട്ട് നടന്നിട്ടുണ്ടോ? ഇല്ല, നടക്കത്തുമില്ല. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചുമ്മാ കിടന്ന് കച്ചറ, അലയും ബഹളവും ഒക്കെയാണ്. എല്ലാ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ബഹളം വയ്ക്കുക, ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടാസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് മര്യാദയ്ക്ക് ടാസ്ക് കളിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഇടയ്ക്ക് ഒരു ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും ഗെയിം കളിച്ച് പോകാമായിരുന്നു. പക്ഷേ ഇതിൽ ജിഷിനാണെങ്കിലും അനുമോളാണെങ്കിലും രണ്ടുപേരും ഫേവറിസം കാണിച്ചിട്ടുണ്ട്. എല്ലാവരും പറയും ജിഷിൻ മാത്രമാണ് ഫേവറിസം കാണിച്ചതെന്ന്. ഒരിക്കലും അല്ല. ജിഷിനും അനുമോളും അവിടെ നല്ലതുപോലെ ഫേവറിസം കാണിച്ചിട്ടുണ്ട്. അനുമോൾ ഫേവറിസം കാണിക്കാൻ കാര്യം, കഴിഞ്ഞ തവണ അതിന് ഞാനൊരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഫാക്ടറി ടാസ്ക് നടന്നപ്പോൾ അക്ബർ അത് കുളവാക്കി. ആ ഗെയിം അങ്ങനല്ല കളിക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. അക്ബറിനെ പുകഴ്ത്തി ആ ഗെയിം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലാതെയും കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു മട്ടി പറഞ്ഞിട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്തു ഇവര്? എങ്ങനെ ഗെയിം കളിച്ചാൽ ഇത്രയൊക്കെ പറയത്തുള്ളൂ, എന്നാൽ പിന്നെ ഇങ്ങനെ കളിച്ചാൽ പോരെ, കുളവാക്കണേ കുളവാക്കാം. ആ ഒരു രീതിയിലേക്കാണ് ഇവരുടെ മൈൻഡ് സെറ്റ് ഇപ്പം മൈൻഡിൽ ഇങ്ങനെ അവർ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് കാരണക്കാരെ ഈ പറയുന്ന ബിഗ് ബോസും ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന ലാലേട്ടനും തന്നെയാണ്. അല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റത്തില്ല. കാരണം അവിടെ ആ ഫാക്ടറി ടാസ്ക് കളിച്ചത് അക്ബറും ടീമും കളിച്ചതിനെ അക്ബറിനെ അവിടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി, അക്ബറിനെ അവിടെ നിന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അക്ബർ കളിച്ചത് നല്ല കളിയായിരുന്നു എന്നുള്ള രീതിയിൽ പുകഴ്ത്തിയിട്ട് പോയി. അപ്പോൾ ഇനി ഇവർ വിചാരിച്ചത് എന്താണ്? കുളമായാലും കുഴപ്പമില്ല, ഇതൊക്കെയാണ് ഗെയിമെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ അനുമോളെ വെച്ച് കളിച്ചത് ആദിലയാണ്. ആദില അനുമോളോട് അത് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ആദിലയും നൂറയും ഇപ്പോൾ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അനുമോളുടെ നാശം തുടങ്ങാൻ പോകുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. എന്നുവെച്ചാൽ 50 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്, അനുമോൾ എക്സ്പോസ് ആകാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത്. അനുമോൾ എക്സ്പോസ് ആകാൻ പോകുന്നത് എന്താണ്? ഈ പറയുന്ന ആദിലയുടെയും നൂറയുടെയും വലയിൽ കുരുങ്ങി കിടക്കുമ്പോഴാണ്. എന്തായാലും ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. കളിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ കോയിൻ കിട്ടണമായിരുന്നു. നിന്നെ വെച്ചിട്ട് ഇപ്പൊ ഒരു സാധനം ഇവിടെ പോകണം, അതാണ് സംഗതി. നിന്നെ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞവർക്ക് നിങ്ങൾ കയറാൻ വേണം. 2 ദിവസമായിട്ട് വലിയ നല്ല ബഹളമൊന്നും ഇല്ല. ഈ സെൻസിലിട്ട് അത് റിഗ്രറ്റ് തോന്നേണ്ട കാര്യമില്ല. യൂട്യൂബിൽ ഞാനും പറഞ്ഞു, നൂറേം പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയത്. അതായത് നിനക്കും ജിഷിനും കേക്ക്, നിനക്കും ജിഷിനും ഓണേഴ്സ് ആയ 2 പേർ കൂടെ കുട്ടികളുടെ മെയിൻ ടാസ്ക് ആണ്. നൂറിന്റെ ഫാക്ടറി ടാസ്ക് വന്നപ്പോ നൂറ് ടാസ്കിൽ തോറ്റല്ല, തോറ്റല്ല, ഫെയിൽ ആയല്ല, ടാസ്ക് കംപ്ലീറ്റ് ആയില്ല. ഇതെന്താ കംപ്ലീറ്റ് ആയോ? ഇല്ല. നിന്റെ ഇഷ്ടമാണ്, നീ ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ ഒപ്പീനിയൻ നീ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ ഡിസിഷൻ, ആരുടെ ഡിസിഷൻ? ബിഗ് ബോസ് പറഞ്ഞാൽ നിന്റെ ജിഷിന്റെ. നിങ്ങൾ രണ്ടുപേരും ഒത്തില്ല, നീ സമ്മതിച്ചില്ല, പുള്ളി സമ്മതിച്ചു. ബിഗ് ബോസ് അന്തിമമായിട്ട് നിന്റെ എടുത്തിട്ടുള്ളൂ. മനസ്സിലായല്ലോ കാര്യം എന്താണെന്നുള്ളത്. ബിഗ് ബോസിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ആദില പറയുന്നത് ഈ പറയുന്ന ഫാക്ടറി ടാസ്കിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, ടാസ്ക് റദ്ദാക്കി. അതുപോലെ തന്നെയാണ് ഇതും. നിന്റെ ഇഷ്ടമാണ്, നീ കളിക്കുന്നത്, അതുകൊണ്ട് ടാസ്ക് റദ്ദായിക്കോട്ടെ. ജിഷിനും നീയും കൂടെ സമ്മതിച്ചില്ല, അപ്പോൾ ടാസ്ക് റദ്ദാക്കി. ഇതിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് ആദിലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനീഷിനെ കാണുമ്പോഴൊക്കെ എന്തോ ആണ് ചൊറിച്ചിലെന്ന് എനിക്കറിയത്തില്ല. ആദിലയ്ക്ക് നല്ലതുപോലെ അനീഷിനെ കയറി ചൊറിയുന്നുണ്ട്. അനീഷ് ചെയ്യുന്നതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കുക. അതിന് കൂട്ട് നൂറയും. എന്നുവെച്ചാൽ നൂറയും അതുപോലെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അനീഷിനെ പോയിട്ട് മണ്ട മണ്ട മണ്ട, നിനക്ക് വിവരമില്ല, നിനക്ക് ബോധമില്ല, ഇതൊക്കെ മുഖത്ത് നോക്കി അങ്ങ് വിളിക്കുകയാണ്. നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ മണ്ടൻ ആരാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഈ പറഞ്ഞ ആദില ഭയങ്കര ബുദ്ധിമതി ഒന്നുമല്ലല്ലോ. ആദിലയാണല്ലോ ഏറ്റവും വലിയ വണ്ടി എന്ന് പറയുന്നത് ഈ ആദില തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നല്ല ഹൈപ്പിൽ നിന്ന ഒരു ഫാൻ ബേസ് ആയിരുന്നു, മൊത്തത്തിൽ അങ്ങ് താഴോട്ട് പോയി. അത് ആദിലയുടെ നല്ല സ്വഭാവം കൊണ്ടായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ വൈൽഡ് കാർഡൊക്കെ വന്നിട്ട് ഈ പറയുന്ന ആദിലയും നൂറയും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ മറ്റൊരാൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മളാരും ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇവിടെ മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് അത് അനുമോളാണ്. അനുമോളും നോക്കിയപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണെന്ന് തോന്നുന്നല്ലോ വെളിയിൽ. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ വിഷയത്തിലും. അപ്പോൾ ഇവരെ കൂടെ കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒന്നും കൂടെ ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടെ ഒന്ന് ബലമായി. അത് മുതലെടുക്കുന്നത് മൊത്തം ഈ ആദിലയാണ് ഈ നൂറയും വെച്ച് കളിക്കുന്നത്. പക്ഷേ നൂറയും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാൻ ഈ ലൈവ് മൊത്തവും കണ്ടു, ഈ ഗെയിമിൻ്റെ ലൈവുകൾ മൊത്തവും കണ്ടു. ആ ലൈവിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ആദിലയും നൂറയും പറയുന്ന പോലെ അവർക്ക് ഫേവറിസം ചെയ്യുന്നത് പോലെയാണ് ഇവിടെ ഇന്ന് അനുമോൾ പെരുമാറിയത്.
അതുപോലെ ജിഷിൻ പക്ഷേ രണ്ടാമത്തെ ഗെയിം വന്നപ്പോഴത്തേക്ക് ജിഷിൻ ഫേവറിസം ഒന്നും കാണിക്കാതെ തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആ ബോട്ടിൽ ചളുങ്ങിയാലും വിഷയമില്ല, അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ബോട്ടിൽ ഒഴിച്ചേക്കുന്ന ജ്യൂസിൻ്റെ അളവ് കൃത്യമായിരിക്കണം ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ബോട്ടിൽ ചളുങ്ങി എന്നൊരു വിഷയം അവിടെ എടുത്താൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് അറിയാം ബോട്ടിൽ ചളുങ്ങുന്ന അവിടെ ഒരു വിഷയമില്ലല്ലോ, എന്നാൽ പിന്നെ ഈ ടാസ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അനുമോൾ അവിടെ കളിച്ച ഗെയിം എന്ന് വെച്ചാൽ ബോട്ടിൽ ചളുങ്ങിയിരിക്കുന്നു, ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ബോട്ടിലിന് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ചളുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ആ സമയത്തൊക്കെ ആദിലൊക്കെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു, അക്ബർ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഈ ടാസ്ക് എങ്ങനെയും കുളവാക്കണമെന്നായിരുന്നു. പക്ഷേ നേരത്തെ ഒരു പ്ലാനിങ് നടന്ന പോലെ എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന അനുമോളോട് പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് അനുമോൾ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് അനുമോൾ വന്നിട്ട് അവിടെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഗ്രൂപ്പ് കളിക്കാൻ വന്നതല്ല എന്നുള്ളത്. ഉറപ്പായിട്ടും അനുമോൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. അവിടെ എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്, കുറ്റം പറഞ്ഞല്ല. അനുമോൾ കളിച്ചത് ഗെയിം തന്നെയാണ്, നമ്മൾ ഗെയിമിനെ കുറ്റം പറയുകയല്ല. പക്ഷേ ഈ ഗെയിമിൽ ഒരു ഗ്രൂപ്പിസം ഇല്ല, ഞാൻ കറക്റ്റായിട്ടാണ് കളിച്ചത് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഇത് പറയേണ്ടി വരുന്നത്. എന്നുവെച്ചാൽ അവിടെ പറയുന്നുണ്ട് ഞാനിവിടെ ഗ്രൂപ്പ് കളിക്കാനൊന്നും അല്ല വന്നത്, ഞാനിവിടെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് വന്നതെന്ന് പിന്നെയും പറയുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്. ഞാനേ ഇവിടെ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നത്, എന്റെ തീരുമാനം എടുക്കാൻ അനുമോളം തീരുമാനം എടുക്കുക, അല്ലാതെ ആരെയും ചോദിച്ചിട്ടില്ല. ഇവിടെ ഗ്രൂപ്പ് കളിക്കാനല്ല വന്നത്. അത് അംഗീകരിക്കൂല, അത് അംഗീകരിക്കാതിരിക്കുക, അത് അവരുടെ ഇഷ്ടം. ഇതിനിടയ്ക്ക് ഒനിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഒനിയിലിനറിയാം എന്ന് വെച്ചാൽ ആര്യനൊക്കെ അപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്, ആര്യനും ഗിസയിലൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ ഒനിയിലിന് ഈ ആര്യനുമായിട്ട് ഇപ്പോൾ ചെറിയ ഉടക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവർക്കെല്ലാം ഈ ടാസ്ക് എന്തെങ്കിലും കുളമായി കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒനിയിൽ, അക്ബർ, ആദില, നൂറ, ഇവരെല്ലാം ബിന്നി, ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇതെങ്ങനെയും കുളമാകട്ടെ, അത് കുളമാകട്ടെ എന്ന് വെച്ചിട്ട് ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനു മുമ്പൊന്നും അനുമോളെ ഇവർ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. എന്താ വെച്ചാൽ ഇവരെല്ലാവരും ഇപ്പം ഗെയിമൊക്കെ മറന്നു. എന്താ വെച്ചാൽ ഗെയിം ഇല്ല ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്ത്. കാരണം വെളിയിൽ നിന്ന് വന്നവർ ചെയ്ത ഈ വൈൽഡ് കാർഡായിട്ട് വന്നവരും അതുപോലെ തന്നെ ഈ ഗസ്റ്റായിട്ട് പോയവരാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ അവരിൽ നിന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട് വെളിയിൽ ആർക്കാണ് സപ്പോർട്ട് കൂടുതലെന്നുള്ളത്. അപ്പം ഞങ്ങളെല്ലാം ഗെയിം പൊളിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു രീതിയിലൊക്കെ അവിടെ ഒരുപാട് പേര് വിഷമിച്ചൊക്കെ ഇരിപ്പുണ്ട്. ഈ പറയുന്ന അക്ബർ ഉൾപ്പെടെ. അക്ബറിന് ഇപ്പോൾ പഴയ ഉശിരൊന്നും ഇല്ല. അക്ബറിന് മനസ്സിലായി ഞാൻ എടുത്ത കണ്ടന്റുകളൊക്കെ എനിക്ക് നെഗറ്റീവായിട്ടാണ് വെളിയിലോട്ട് പോകുന്നതെന്നുള്ളത്. എന്നുവെച്ചാൽ അക്ബറിന്റെ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം, പണ്ടത്തെ പോലുള്ള ഒരു ഉഷാറൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ അവിടുത്തെ ഗെയിം എല്ലാവരുടെയും പോയി കിടക്കുകയാണ്, മൊത്തത്തിൽ പോയി. അതിന് കാരണം ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടൻ ഞാൻ നേരത്തെ ഒക്കെ പറയുന്ന പോലെ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ പറയേണ്ട രീതിയിൽ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എപ്പോൾ വന്നാലും അനുമോളെ എടുത്ത് 4 കുടയും. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ജിസേലിനെയും അക്ബറിനെയും ആര്യനെയും ഒക്കെ തെറ്റുകൾ ചെയ്താലും ഒന്ന് തലോടി വിടും. എന്നുവെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ, എന്നുവെച്ചാൽ ഈ ഗെയിം ഇങ്ങനല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന ഒന്നും ശരിയല്ല എന്ന് അവരെ ബോധിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഗെയിം പോയേനെ. പക്ഷേ ഇതിപ്പോൾ മൊത്തത്തിൽ അങ്ങ് കുളമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ഒരു ഉഷാറൊന്നും ഇല്ല. ഗെയിം വന്നു, കളിച്ചു, കുളവാക്കി അങ്ങ് പോട്ടെ എന്നുള്ള വിചാരമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആദില കളിക്കുന്നത് അനീഷിനെതിരെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ആദില ഒന്നാമത്തെ നെഗറ്റീവാണ്. അവിടെ നെഗറ്റീവ് ഒരു ഗെയിം തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതും. വെച്ചാൽ അനീഷിനെ കണ്ണിന് പിടിക്കത്തില്ല. അപ്പോൾ അനീഷിന് നേരെ തന്നെ ചുമ്മാ അങ്ങ് അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം. അതോ വായിന്ന് വരുന്ന വാക്കുകളും വെറും മണ്ടത്തരങ്ങളും, അതുപോലെ ഒരാളുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെയുള്ള വാക്കുകളാണ് അവിടെ ആദില ഉപയോഗിച്ച് ഞാൻ കണ്ടത്. ഇതിനെ ന്യായീകരിച്ചിട്ടൊക്കെ ഒരുപാട് പേര് വരാം. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നത് അനുമോളെ ഇവിടെ കുറ്റം പറഞ്ഞതല്ല, അനുമോളുടെ ഗെയിമാണത്, സമ്മതിച്ചു. പക്ഷേ അനുമോൾ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഗെയിം കളിക്കുമ്പോഴാണ് ഇതൊരു ഗ്രൂപ്പിസം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ആദിലയും നൂറയുടെന്നുമുള്ള ഒരു കമ്പനി, ആ കമ്പനി അനുമോൾക്ക് നല്ല ദോഷം ചെയ്യും. അത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര നാശത്തിലേക്കേ പോകത്തുള്ളൂ. അനുമോളുടെ പുക കണ്ടിട്ടേ ഈ പറയുന്ന ആദില പോകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ പാലും വെള്ളത്തിൽ പണി കിട്ടുമെന്ന് പറഞ്ഞതുപോലെ. എന്തായാലും അനുമോള് ഗെയിം കളിച്ചു, പക്ഷേ ഈ ഗെയിം അല്ലായിരുന്നു ഇവിടെ കളിക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ ഈ ഗെയിം കളിക്കുകയും ചെയ്യാമായിരുന്നു, അത്യാവശ്യം കണ്ടന്റും കൊടുക്കാമായിരുന്നു. അതിനുള്ള സ്കോപ്പ് എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ പേഴ്സണലായിട്ട് എടുത്ത് കളിക്കുന്നു. അതിപ്പോൾ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ കളിക്കുന്നവരെല്ലാം പേഴ്സണലായിട്ട് എടുത്താണ് കളിക്കുന്നത്. പിന്നെ അതിനകത്ത് ഷാനവാസൊക്കെ പിന്നെ ഒരു സൈഡിലൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബോട്ടിലൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിച്ചിരുന്നു. പിന്നെ ആര്യൻ്റെ കാര്യം എടുത്തു പറയണം. ഇപ്രാവശ്യം ആര്യം വലിയ അലമ്പൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഒനിയിലേക്ക് ശരിക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒനിയിലുമായിട്ട് സംസാരമൊക്കെ ഉണ്ടായി. നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും. അതിൽ കൂടുതലുണ്ടായിരുന്നു ലൈവിൽ.
അപ്പം ഒലിയിനോട് പറയുന്നുണ്ടായിരുന്നു നിന്റെ കളിയൊക്കെ അങ്ങ് കൊച്ചിയിൽ മതി, നീ ധൈര്യം ഉണ്ടോ വന്ന് ഈ ബോട്ടിൽ എടുക്കട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒനിയിൽ ആ ബോട്ടിൽ നിന്നും എടുക്കാൻ നിന്നില്ല. എന്ന് വെച്ചാൽ ശരിക്കും പ്രതികരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ ഇപ്പം തട്ടും എന്നുള്ള രീതിയിൽ, ഞാൻ ഇപ്പം നിന്നെ തല്ലുമെന്നുള്ള രീതിയിലാണ് അവിടെ ആര്യൻ നിന്നുകൊണ്ടിരുന്നത്. എന്തായാലും ആര്യൻ ഇന്ന് അധികം വെറുപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ജിസേലും ആര്യനും തമ്മിൽ ഒരു ഉടക്കം ഉണ്ടാവുകയും ചെയ്തു. രണ്ടുപേരും മിക്കവാറും ഇപ്പോൾ ഒരു സ്വരച്ചേർച്ചയൊക്കെ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആര്യന് മനസ്സിലായി ഇനി ജിസേലിൻ്റെ കൂടെ അധികം ചേർന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന്. അത് ജിസേലിനെ സപ്പോർട്ട് ചെയ്തില്ല. ഒരു ബോട്ടിൽ കൊണ്ട് വെച്ചപ്പോൾ അവിടെ റിജക്ട് ചെയ്ത് അങ്ങനെ വിഷയം ഉണ്ടായി. സാബുമാൻ കയറി അത് വിഷയമൊക്കെ ഉണ്ടാക്കി. സാബുമാൻ കയറി അവിടെ ജിസേലുമായിട്ട് വിഷയം ഉണ്ടായപ്പോൾ ആരും പ്രതികരിച്ചില്ല. ഇതാണ് കൂടുതൽ ഹർട്ട് ചെയ്തത് ആർക്ക്? ജിസേലിന്. എന്നുവെച്ചാൽ ജിസേൽ അത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആര്യം പറഞ്ഞു നീ കൂടുതൽ ഡ്രാമ ഒന്നും കളിക്കണ്ട, ഇത് ഗെയിമല്ലേ, ഗെയിമിൽ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിടുന്നുണ്ട്. ആര്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ആര്യൻ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുമായിട്ട് അത് ആര്യൻ്റെ നല്ലതിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ ഇന്നത്തെ ആര്യൻ്റെ ഗെയിം എനിക്കെന്തോ നല്ലതായിട്ട് തോന്നി. ആര്യൻ നല്ല രീതിയിൽ മറ്റേതുപോലുള്ള ഒരു ഇറിറ്റേഷനൊന്നും വലുതായിട്ട് കാണിച്ചില്ല. ഒരു വലിയ ഇറിറ്റേഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ ഇറിറ്റേറ്റ് ചെയ്തത് മൊത്തം ഇന്ന് ആദിലയായിരുന്നു. ആദില നല്ലതുപോലെ ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ആദില തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചുമ്മാ അങ്ങ് ബഹളം വയ്ക്കുക. അതിൽ കൂട്ടത്തിൽ നൂറയും കിടന്ന് ബഹളം വയ്ക്കുന്നു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആദില കാരണം നൂറയ്ക്ക് പണിയാവും, എന്ന് വെച്ചാൽ നൂറ നെഗറ്റീവ് ആകും. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുമായിട്ടുള്ള കമ്പനി കാരണം, പ്രത്യേകിച്ച് ആദിലയുമായിട്ടുള്ള കമ്പനി കാരണം അനുമോൾക്കും പണി കിട്ടും. അത് 100% ഉറപ്പാണ്. ഇപ്പം അനുമോളുടെ ഫാൻസ് കാണുന്നുണ്ടായിരിക്കാം, ഇത് അനീഷിന്റെ ഫാൻസ് കാണുന്നുണ്ടായിരിക്കാം, ഷാനവാസിന്റെ ഫാൻസ്, എല്ലാവരുടെയും ഫാൻസ് കാണുന്നുണ്ടായിരിക്കാം. അപ്പം എന്തുകൊണ്ട് അനുമോളെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് സത്യമാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കുക. ഇനി ഇവരുടെ അണ്ടറിൽ നിന്നുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ആദിലയുടെയും നൂറയുടെയും കൂട്ടുകെട്ട്, അതിൽ പ്രത്യേകിച്ച് ആദിലയുടെ കൂട്ടുകെട്ട് അനുമോൾക്ക് ഭയങ്കരമായ അപകടം ഉണ്ടാക്കും. പിന്നെ ഗെയിമാണ്, സമ്മതിച്ചു. ഇപ്പം നമുക്ക് ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാം. അത് അന്ന് ഫാക്ടറി ഗെയിം വന്നപ്പോഴിങ്ങനെ കുളവാക്കി നൂറയെ ഇങ്ങനെ കുളവാക്കി വിട്ടല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. എന്നുവെച്ചാൽ അവിടെ എന്തോ സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ലല്ലോ, അക്ബറിനെ വന്ന് താങ്ങിയിട്ടാണ് ലാലേട്ടൻ പോയതെന്നൊക്കെ, അതെല്ലാം ശരിയാണ്. പക്ഷേ എല്ലാ ടാസ്കും ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങിയ ബിഗ് ബോസ് നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ബിഗ് ബോസ് കൊടുക്കുന്നു, ടാസ്ക് കൊടുക്കുന്നു, ഇതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ ടാസ്ക് എന്ന് പറഞ്ഞ് വരുമ്പോഴേ അടിയെന്നാണ് ഇവരുടെ വിചാരം. വഴക്ക്, അടി, തള്ള്, ഉന്ത്, ഇതൊക്കെയാണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ടാസ്ക്. അതാണ്. എന്നാൽ ഇവർക്ക് നോർമൽ ടാസ്ക് കൊടുത്താലും ഇവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നല്ല കളിക്കാവുന്നൊരു ടാസ്ക് കൊടുത്താലും ഇവർ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന തല്ലും ബഹളം വഴക്കും ഒക്കെയാണ്. ഇപ്പോൾ കുറേ പേര് ആ ഹൗസിനകത്ത് കുറേ പേര് അനുമോളെ പൊക്കി പറയുന്നുണ്ട്. അനുമോൾ ചെയ്ത് നല്ല ഗെയിമാണ്, ഭയങ്കര ഗെയിമായി പോയി, നല്ല രീതിയിൽ കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് അനുമോളൊന്ന് പുകളഗീത ആകുന്നു, കോരിത്തരിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നല്ലതിനല്ല എന്ന് അവർക്ക് പറയുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം മനസ്സിൽ, ഇത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അനുമോൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ അനുമോൾ ഭയങ്കര മണ്ടിയാണ് ആ കാര്യത്തിലൊക്കെ. അനുമോൾ ഒരു ശുദ്ധയാണ്. അതുകൊണ്ടാണ് അനുമോൾക്ക് ഇതെല്ലാം പറയുമ്പോൾ അനുമോൾ അങ്ങ് വിശ്വസിക്കും. അത് അനുമോളുടെ കുഴപ്പമല്ല, അനുമോളുടെ ജീൻ അങ്ങനെയാണ്. എന്താ വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കുന്ന രീതിയിൽ നിൽക്കും, അവരുടെ കൂടെ കൂടും. പക്ഷേ ഇതിനകത്ത് ഈ അക്ബറിനേക്കാൾ അനുമോൾക്ക് പണി കിട്ടാൻ പോകുന്നത്, അക്ബറിനെ വെച്ച് ഒരിക്കലും പണി കിട്ടത്തില്ല. എന്ന് വെച്ചാൽ അക്ബർ നേരെ പോ, അല്ലെങ്കിൽ പറയേണ്ടത് പറയും, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റമായിരുന്നു. ഇപ്പോൾ അക്ബർ ഡൗൺ ആയി. പക്ഷെ ആദില അങ്ങനെയല്ല. ആദിലയ്ക്ക് ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ അവരെ എല്ലാം അനുമോളെ വെച്ച് ഇപ്പം അവർക്കെതിരെ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.